എന്നാൽ വ്ളോഗുകളുടെ ഒരു കാലം വരുന്നത് എന്നാണ്? 2015 ശേഷമാണ് ഇതെല്ലാം വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിക്കാനോ ഇങ്ങനെ പ്രൊഫഷണലായ ഒരു ട്രെയിനിങ് കിട്ടുകയോ ചെയ്ത ആളുകളല്ല വ്ളോഗുകൾ ചെയ്യുന്നത്. വ്ളോഗുകൾ ചെയ്യുന്നത് പറഞ്ഞാൽ കാഷ്വൽ ആയിരിക്കണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു മൊബൈൽ ഫോണിൽ എന്തെടുക്കുന്നോ ആ അതായത് ഈ അച്ചടക്കം കണ്ടമാനം കണ്ട ഒരു ക്ലാസ് മുറിയിൽ നിന്ന് തുറന്നു വിട്ട കുട്ടികളെ പോലെയാണ് വ്ളോഗ് എന്ന് പറയുന്നത്. അതായിരുന്നു ഞങ്ങളുടെ. അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഫ്രഷ്നെസ് ആണ് അതിനെ വളർത്തിയത്. അപ്പം ആ ഫ്രഷ്നെസ് എന്ന് പറയുന്നിടത്ത് ഏത് ശബ്ദവും ഇച്ചിരി വൃത്തികെട്ട ശബ്ദമാണെങ്കിൽ അതാണ് കൂടുതൽ ക്യാപ്ചർ ചെയ്യുക. വ്യത്യസ്തമായിരിക്കണം. അതായത് വൃത്തിയുള്ളത് വൃത്തിയില്ലാത്തെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റേ പഴയ മാനദണ്ഡം അനുസരിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ അതുവരെ ഈ ശബ്ദമായിരുന്നു സഞ്ചാരത്തിന്റെ മുഖം. ഞാനെപ്പോഴും ഇഷ്ടപ്പെടുന്ന കാഷ്വൽ സൗണ്ട്. അതുകൊണ്ടാണല്ലോ സഞ്ചാരിയുടെ എയർക്കുറിപ്പ് സഞ്ചാരത്തെക്കാൾ വ്യൂവർഷിപ്പ് ഉള്ള സഞ്ചാരിയുടെ എയർക്കുറിപ്പിനാണ്. കാരണം അത് സ്വാഭാവികമാണ്, നാച്ചുറൽ ആയിട്ട് ഒരാൾ പറയുന്നതാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ശബ്ദത്തിൽ തന്നെ വോയിസ് ഓവർ കൊടുത്തേ. അവിടെ ആർക്കും പ്രശ്നമില്ല. പക്ഷെ സഞ്ചാരം എന്ന് പറയുന്നതിന് ഓൾറെഡി ഇതിൻ്റെ ഈ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് സ്ഥിരമായി കണ്ടുവരുന്നവർക്ക്. നമ്മുടെ പൊതുബോധത്തിൽ ചില കാര്യങ്ങൾ പതിഞ്ഞു കിടക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ മൊബൈൽ ഫോണിൽ നമ്മൾ വിളിക്കുമ്പം എൻഗേജ്ഡ് ആണെങ്കിൽ കേൾക്കേണ്ട ശബ്ദം പോലും ഏതാണെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. അതിന് പകരം ഒരു പുരുഷന്റെ ശബ്ദമോ വേറൊരു ശബ്ദമോ കേട്ടാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 3 ദിവസത്തേക്ക് അസ്വസ്ഥത തോന്നും. പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുപെടും. ഇതെല്ലാവർക്കും ഉള്ളതാ. മാറ്റങ്ങളെ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ കൂടി നമ്മുടെ പുതിയ വേർഷൻ മൊബൈൽ ഫോൺ മോശമായത് കൊണ്ടല്ലോ ആദ്യത്തെ കുറേ ദിവസം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. മറ്റേതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് തോന്നും അല്ലേ? ഐഫോണിന്റെ തന്നെ പുതിയ വർഷം വരുമ്പോഴും ഇതേ പ്രശ്നം വരും. ആ ടാബൊക്കെ കുറച്ചുകൂടെ നല്ലത് മറ്റേതായിരുന്നു തോന്നും. പക്ഷെ ഒരു മാസം കഴിയുമ്പോഴോ ഇത് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുകയും അതിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പൊരുത്തപ്പെടും. എല്ലാ ടെക്നോളജി അങ്ങനെയായിരുന്നില്ലേ? എല്ലാ കാലവും അങ്ങനെയായിരുന്നില്ലേ? മനുഷ്യന്റെ ചരിത്രം ഒരു 5000 കൊല്ലം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെയായിരുന്നില്ലേ? മാറാൻ എവിടെയും മടിയായിരുന്നില്ലേ? മാറിക്കഴിഞ്ഞാൽ അതിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ മാറ്റത്തെ നമ്മൾ സ്വീകരിച്ചില്ലേ? എന്നിട്ട് അഭിമാനത്തോടെ പറഞ്ഞില്ലേ ഞങ്ങൾ ആ മാറ്റം കൊണ്ടുവന്നതെന്ന്? ഈ മാറാൻ മടിയുള്ളവൻ തന്നെയാണ് ഈ പറയുന്നത് ഈ മാറ്റം എല്ലാം കൊണ്ടുവന്നത് ഞാനാന്ന്. കേരളത്തിന്റെ ചരിത്രം എടുത്താലും അങ്ങനെ തന്നെയല്ലേ? ഏത് മാറ്റത്തെ നമ്മൾ എതിർക്കും, പക്ഷെ മാറി അത് വിജയമാണെന്ന് കണ്ടു കഴിയുമ്പോൾ അതിന്റെ എല്ലാ അവകാശം നമ്മളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പൊ സഞ്ചാരത്തിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ 27 കൊല്ലം മുമ്പത്തെ ആ സിസ്റ്റത്തിൽ നിന്ന് മാറാൻ നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴും തയ്യാറല്ല. ഞാൻ ഇടയ്ക്ക് ശബ്ദം മാറ്റി നോക്കുമ്പോഴും ഒക്കെ ആളുകൾ മറ്റേ ശബ്ദം തന്നെ മതി. സന്തോഷേട്ടൻ തന്നെ കൊടുത്തിട്ടില്ലേ? അത് അനീഷിന് എന്തെങ്കിലും അസുഖമൊക്കെ വന്നപ്പോഴോ അല്ലെങ്കിൽ അസൗകര്യം വന്നപ്പോഴോ ഒക്കെ ഉള്ളൂ. സഞ്ചാരത്തിൽ ഞാൻ അധികം വേറെ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. അതിന്റെ കാര്യം ഇതാണ്, ആളുകൾക്ക് ഈ പ്രേക്ഷകർ തന്നെ അതിനകത്ത് പറയുന്നത് സഞ്ചാരത്തിന്റെ ഒരു സിഗ്നേച്ചറായിട്ട് ആ ശബ്ദത്തെ ആളുകൾ സ്വീകരിക്കുന്നുള്ളതാണ്. അതെങ്കിൽ മാറ്റണ്ട, നമ്മൾ സമ്മതിക്കൂല. അതാണ് ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതെ അതെ അതെ. ഇപ്പം ഈ ശബ്ദം നല്ലതോ ചീത്തയോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 80s-ലും 90s-ലും യേശുദാസിന്റെ ശബ്ദത്തിലാത്ത ഒരു പാട്ട് കേൾക്കാൻ മലയാളി ഇഷ്ടപ്പെട്ടിരുന്നോ? ഇല്ല ഇല്ല. ഇന്നോ അങ്ങനെ ഒരു വാശിയുണ്ടോ? ഒരു വാശിയില്ല. അത്രേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിളാണ്. അതെ, നമുക്ക് ഇപ്പോൾ ഹസ്കി ആയിട്ടുള്ള വോയിസുകളാണ് കൂടുതൽ സിനിമകൾക്ക് ഉപയോഗിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഇപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പോൾ സ്വകാര്യ യാത്രകൾ ഉണ്ടാവും. ഈ സ്വകാര്യ യാത്രകൾ ഈ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, പിന്നീട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എനിക്ക് ഷൂട്ടിംഗ് ഒരിക്കലും ബുദ്ധിമുട്ടല്ല. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലേ ഉള്ളൂ എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ചില യാത്രകളിലൊന്നും അല്ലെങ്കിൽ സ്വകാര്യ യാത്രകളിലൊന്നും ഞാനത് ഇപ്പോൾ ഉദാഹരണം അതിന്റെ പർപ്പസ് എന്തെന്നുള്ളതാണ്. ഇപ്പം ഞാൻ സഞ്ചാരത്തിന് ഷൂട്ട് ചെയ്യുന്ന പോലെ പോകണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. അവിടെ കുറേ സ്ട്രെയിൻ ഉണ്ട്. ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള യാത്രയോ സ്വകാര്യ യാത്രയോ അങ്ങനെ സ്ട്രെയിൻ എടുത്ത് പോകേണ്ടതാണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമുക്ക് കുഴപ്പം മനസ്സിലായില്ലേ? കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സമയത്ത് ഏക്കാം, ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് പോകാം. മറ്റേതല്ല, പ്ലാൻഡ് ആണ്. സഞ്ചാരം നമ്മൾ പോകുന്ന വലിയൊരു ഉത്തരവാദിത്വം തലയിൽ ഏറ്റിയ മട്ടില്ല. അതായത് ഒരു യാത്രയിൽ ഒരു ദിവസം ഇത്ര എപ്പിസോഡ് തീർത്തിരിക്കണം, ആ എപ്പിസോഡിൽ ഇത്ര സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം, അതിനകത്തൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്ര നോളജ് കൊടുത്തിരിക്കണം. അതിനൊരു പ്രസക്തി ഉണ്ട് എവിടെയും, മനസ്സിലായില്ലേ? ഇപ്പം എല്ലാവരും വ്ളോഗ് എടുക്കുന്നു, അത് ആൾക്കാർ കാണുന്നു, അതുകൊണ്ട് ഞാനും വ്ളോഗ് എടുത്താൽ പിന്നെ ഞാൻ എൻ്റെ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ ഞാൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മാത്യു മറ്റൻ നോവൽ എഴുതിയിരുന്നപ്പോഴും MT വാസുദേവൻ നോവൽ എഴുതുന്നുണ്ടായിരുന്നു. മാത്യു മറ്റത്തിൻ്റെ 16 ലക്ഷം നോവൽ വിറ്റ് പോകുന്നുണ്ട്, അതുകൊണ്ട് MT ഇനി എഴുതണ്ട എന്നാരും പറഞ്ഞില്ലല്ലോ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ് അവശേഷിക്കുന്നത്?
അതേപോലെ തന്നെ ഈ യാത്ര പോകുമ്പോൾ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ഇന്ന് യൂട്യൂബിൻ്റെ കാലഘട്ടത്തിൽ പെനിട്രേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി പോലും ഈ യൂട്യൂബ് കാണുന്നുണ്ടാവും, അപ്പോൾ അയാൾക്ക് മാറ്റം മനസ്സിലാവും. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സെക്യൂരിറ്റികളുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എവിടെ പോയാലും അവരുമായിട്ടായിരിക്കും അടി വയ്ക്കുക. അപ്പോൾ ഈ പല സ്ഥലത്തും ലേലു അല്ലു എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടാവും. ആ സ്പേസിലൊക്കെ രക്ഷപ്പെടുന്ന വരുന്നത് വരെ നമുക്ക് ഈ ഫുട്ടേജ് നഷ്ടപ്പെടരുതെന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. അവിടെ കാല് പിടിക്കാനും നമ്മൾ തയ്യാറാണ്, കാരണം നമ്മുടെ ഫുട്ടേജാണ് നമ്മുടെ കയ്യിലേക്ക്. അത് റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, രണ്ടാമത് എടുക്കാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വരുന്നൊരു സംഘർഷം ഉണ്ടല്ലോ മനസ്സിന്, അതെങ്ങനെയാവും അവിടെ ഓവർകം ചെയ്ത്? ഈ അന്നത്തെ ഏറ്റവും വലിയ സംഘർഷം എന്തറിയോ, കൂറ്റൻ ക്യാമറയായിട്ടാണ് നമ്മൾ ഈ തെരുവിൽ കൂടെ നടക്കുന്നത്. വലിയ ക്യാമറാസ് ആയിരുന്നു, വലിയ ക്യാമറയല്ലേ, മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഈ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ഗോപ്രോ പോലൊരു ക്യാമറയിലോ അല്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു SLR ക്യാമറയോ DSLR ക്യാമറയോ ഒന്നും അല്ല. ഹ്യൂജ് ക്യാമറയായിട്ട് ഒരു മനുഷ്യൻ തെരുവിൽ കൂടെ നടന്നാലത്തെ സ്ഥിതി എന്താ? അയാളായിരിക്കില്ല ആ തെരുവിലെ മുഴുവൻ അട്രാക്ഷൻ. അയാൾ എങ്ങോട്ട് തിരിഞ്ഞാലും നാട്ടുകാരെ കടക്കാരെല്ലാം നോക്കണം. പ്രത്യേകിച്ച് 90s 2000 ആദ്യകാലത്തും ഒക്കെ 2010 വരെ വലിയ ക്യാമറയായിരുന്നു. 2010 ശേഷമാണ് HD ഫുൾ HD ഉള്ള ചെറിയ കോമ്പാക്ട് ക്യാമറകളിലേക്ക് ഞാൻ തിരിഞ്ഞത് തന്നെ. അപ്പോൾ പോലും അത് ശ്രദ്ധാകേന്ദ്രമാണ്, മനസ്സിലായില്ലേ? മിനി DV ആണെങ്കിലും അത് DVക്ക് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അതുമായിട്ട് ഒരാൾ ബസ്സിൽ നിന്നാന്ന് ആലോചിക്കേ, എല്ലാവരും യാത്ര ചെയ്യാൻ വേണ്ടി ബസ് നിൽക്കുന്നു, ഒരുത്തൻ ഈ ക്യാമറ ഓൺ ചെയ്ത് ബസ്സിൽ നിൽക്കുന്നു, എന്തായിരിക്കും അവിടുത്തെ ഉണ്ടാകുന്ന പ്രതികരണം? ഒന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ KSRTC ബസ്സിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്ത് ഇരുന്ന് പോയി യാത്ര ചെയ്യുന്നു, ഒരുത്തൻ ക്യാമറയായിട്ട് ഏറ്റു നിൽക്കുന്നു, അവിടെ കഥ മാറിയോ? ഇതെല്ലാ നാട്ടിലും പരിഷ്കൃത അല്ലെങ്കിൽ കുറേയും കൂടെ അഡ്വാൻസ് സമൂഹത്തിൽ അതിലേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മളൊരു നോട്ടപ്പുള്ളിയോ ക്രിമിനലോ ആണ്, നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയ ഒരുത്തനാണ്. അവിടെ എല്ലാവരെയും പ്ലീസ് ചെയ്യണം. ബസ്സിൽ നമ്മൾ ആദ്യം ക്യാമറ എന്ന് എടുത്ത് പോക്കും, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുകയാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കും. അപ്പോൾ എന്നിട്ട് എല്ലാവരുടെയും മുഖത്തും നോക്കും. എങ്ങനെയാണ്? ചിലർ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കും, നമ്മളെ നോക്കിയിട്ട് അങ്ങ് നോക്കിയിരിക്കും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇതാ, അവനിത് മൈൻഡ് ചെയ്യുന്നില്ല. ചിലർ നമ്മളെ തുറച്ചു നോക്കും. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലും, ഞാനിങ്ങനെ ട്രാവലോ ചെയ്യുക, ഞാൻ ബസ്സിൻ്റെ ഒരു ഷോട്ട് എടുത്തോട്ടെ, നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചിലർ അസൗകര്യം പറഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് വെക്കും, ചിലർ എന്ന് പറയും, നമ്മളെടുക്കും. ചിലർ ഈ സഞ്ചാരം തന്നെ കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ തെരുവ് ബസ്സിൽ നിങ്ങൾ നാട്ടുകാരുടെ ഷോട്ട് എടുക്കുന്നത് ശരിയാണോ? ഇത് വ്ലോഗ് പോലെ നമ്മൾ ചെന്ന് ചോദിക്കുന്ന ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ കേസാവില്ലേ? ആ നാട്ടിൽ നിന്ന് പോരാൻ പറ്റുമോ? അവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ളവരാ. അപ്പം ഈ പറഞ്ഞ സെക്യൂരിറ്റികളോടും പൊതുഗതാഗത സംവിധാനത്തിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും വരെയുള്ളവരോടും നാട്ടുകാരോടും ചായക്കടക്കാരോടും കയറുന്ന റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരോടും ഒക്കെ ഈ പറഞ്ഞ അയ്യോ പാവയെ പറഞ്ഞ് കാലെ പിടിച്ചോ കയ്യെ പിടിച്ചോ ഒക്കെയാണ്. വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ അവിടെ. അങ്ങനെ തന്നെയാണ് ഷോട്ടുകളെല്ലാം എടുക്കുന്നത്. അപ്പം ഞാൻ ഈ വാഗ്ദാനങ്ങളൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഓർക്കുക മാത്രമല്ല ഒരു കാര്യമുണ്ട്, ഇതിൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട നിങ്ങളാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് കാര്യം ഞാൻ ഓഫർ തന്നിട്ടുണ്ട്, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണം, അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. അതെന്തായാലും നടപ്പാക്കി എടുക്കും. ശരി, നന്ദിയുണ്ട്. തകർക്കും. താങ്ക് യു.